ബഹുമാനപ്പെട്ട വർഗീസ് അച്ഛാ, കഴിഞ്ഞ 38 വർഷങ്ങളായി ഒറീസയിലെ ഗ്രാമീണ ജനങ്ങൾക്കിടയിൽ അച്ഛന് പ്രേക്ഷിത പ്രവർത്തനങ്ങൾ നടത്തി വരികയാണ്. അതിനെക്കുറിച്ച് ഒന്ന് പറയാമോ? 87-ലാണ് ഞാൻ ഇവിടെ ഒറീസയിൽ വരുന്നത്. ഞാൻ MST മിഷണറി സൊസൈറ്റി ഓഫ് സെൻറ് തോമസ് ദി അപ്പോസ്റ്റൽ, നമ്മുടെ സെൻറ് തോമസ് മിഷണറി സൊസൈറ്റിയിലെ അംഗമായിരുന്നു. ഞാനപ്പോൾ തിയോളജി കംപ്ലീറ്റ് ചെയ്തിരുന്നു. ഡീക്കൻ പട്ടം എനിക്ക് കിട്ടിയിട്ടില്ലായിരുന്നു. ഇവിടെ 1.5 വർഷത്തെ പ്രൊബേഷൻ ഇടയ്ക്ക് എനിക്ക് ഡീക്കൻ പട്ടവും അതിനുശേഷം എനിക്ക് 89-ൽ പട്ടവും നൽകി. ഡീക്കനായിരിക്കുമ്പോൾ തന്നെ നമുക്ക് മാമോദിസ നൽകാനുള്ള ലത്തീൻ സഭയിൽ ഇതുള്ളത് കൊണ്ട് നമ്മൾ 2 കുട്ടികൾക്ക് മാമോദിസ കൊടുത്തിട്ടുണ്ട്. അതിനുശേഷം ഞാൻ ഹോ എന്ന് പറഞ്ഞ ഒരു ലാംഗ്വേജ്, ഇപ്പോൾ നമ്മളായിരിക്കുന്ന ഏരിയയിലുള്ളതും ഹോ ഏരിയയാണ്. ഹോ എന്ന് പറഞ്ഞ ഒരു ഹോ ഭാഷയാണ്. ഒരു മനുഷ്യനും അവർ ഹോ എന്നാണ് പറയുന്നത്. അവരുടെ ഭാഷയ്ക്കും ഹോ എന്ന് പറഞ്ഞാൽ എ മേൻ, ഒരു മനുഷ്യൻ, അങ്ങനെയും പറയും. അതുപോലെ അവരുടെ ഭാഷയും ഹോയാണ്. അവരുടെ ഭാഷ പഠിച്ച് അവരുടെ കൂട്ടത്തിൽ താമസിച്ച് വർക്ക് ചെയ്യുമ്പോൾ നമുക്ക് ഒത്തിരി എക്സ്പീരിയൻസുകളുണ്ട്. നമ്മൾ ഇവരുടെ യഥാർത്ഥത്തിലുള്ള ദൈവവിശ്വാസം അല്ലെങ്കിൽ അവരുടെ ആദിവാസി മതം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർ കാണപ്പെടാത്ത ആത്മാക്കളെയാണ് അവർ ദൈവങ്ങളായിട്ട് ആരാധിക്കുന്നത്. അവർ ഹിന്ദുക്കളല്ല, അവർക്ക് കാണപ്പെടുന്നതല്ലാത്ത അവർക്ക് ദൈവങ്ങളുണ്ട്. 3 ദൈവങ്ങൾ അവർക്ക് ബെനവളൻറ്റ് ഗോഡ്സ് എന്ന് പറയാം. നല്ല അവരെ പീഡിപ്പിക്കാത്ത അല്ലെങ്കിൽ അവരിൽ നിന്ന് ബലികളോ കാഴ്ചകളോ സ്വീകരിക്കാത്തവരുണ്ട്. അത് ഒന്ന് സിംഗ്ബോങ്ക എന്ന് പറയും, 2ാമത്തെ ദസാവിളി, 3ാമത്തെ മറാങ് ബോങ്ക. അപ്പോൾ ഈ സിംഗ്ബോങ്ക അവർ കാണുന്നത് സൃഷ്ടിച്ച് പരിപാലിക്കുന്ന ദൈവമായിട്ടാണ്. അതൊരു പിതാവായിട്ടാണ് ഇവർ കാണുന്നത്. അപ്പോൾ നമ്മുടെ പിതാവായ ദൈവത്തോട് നമുക്ക് സാമ്യം ചെയ്യാൻ പറ്റും. പക്ഷേ അവർ ഇന്ന് ഇവരുടെ പൂജാരികൾ അല്ലെങ്കിൽ അവരുടെ നമ്മൾ മന്ത്രവാദികൾ വഴിയായിട്ട് ഈ സിംഗ്ബോങ്ക എന്ന് പറയുന്ന ക്രിയേറ്റർ പ്രൊട്ടക്ടർ ഗോഡ്, സൃഷ്ടിച്ച് പരിപാലിക്കുന്ന ആ ദൈവത്തെ ഇവർ പേര് മാത്രം പറയും. നമ്മൾ ഓരോ പ്രാർത്ഥനയും ആരംഭിക്കുമ്പോൾ നമ്മൾ പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആരംഭിക്കുന്നത് പോലെ ഇവർ സ്വർഗത്തിലെ സിംഗ്ബോങ്ക എന്ന് വെച്ചാൽ ആരംഭിക്കും. പക്ഷേ പിന്നീട് ഇവർ ചെയ്യുന്ന പൂജകൾ മുഴുവനും അസ്തിത്വത്തിലില്ലാത്തതും ഇവരുടെ പൂജാരികൾ കണ്ടുപിടിച്ചതുമായ പല ഈവിൾ സ്പിരിറ്റും നമ്മൾ പറയും, അല്ലെങ്കിൽ അവർ പറയും ബൊങ്കാസ്, അവരുടെ ദൈവങ്ങളായിരിക്കും അവരാണ് പറയുന്നത്. അത് എന്ത് അസുഖം വന്നു കഴിഞ്ഞാലും ഇവർ ഹോസ്പിറ്റലിൽ പോകാറില്ല. ഇവർ ഒരു അസുഖം വന്നു കഴിയുമ്പോൾ ഇവരുടെ പൂജാരി അല്ലെങ്കിൽ ഇവർ നമ്മൾ ഗുണിയ എന്ന് പറയും, റൗഡിയ, പല സ്ഥലത്തും പല പേരിലാണ് പറയുന്നത്. ആ പൂജാരിയുടെ അടുത്ത് ചെല്ലുമ്പോൾ ഇവർ ഒന്ന് നോക്കി ഇവർ പിന്നെ നമ്മുടെ എന്താ പറയുക മൂത്രം അല്ലെങ്കിൽ അതുപോലെ തന്നെ ഇവർ എണ്ണ എന്തൊക്കെയോ കൊണ്ടുപോയിട്ട് അതൊക്കെ വെച്ചിട്ടാണ് നോക്കിയിട്ട് പറയും ഇന്ന ഭൂതമാണ് ബാധിച്ചിരിക്കുന്നത്. അത് പോകണമെങ്കിൽ ആട് വേണം, കോഴി വേണം. ആടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മുട്ടാടായിരിക്കും. അതുപോലെ തന്നെ പൂജയ്ക്ക് വേണ്ടി വാങ്ങിക്കുമ്പോൾ ഒരു കുഞ്ഞാടാണെങ്കിലും അന്നത്തെ കാലത്ത്, അതായത് ഒരു 20 വർഷം മുമ്പൊക്കെ അന്ന് 2000 രൂപയൊക്കെ പറയുന്നവർ. അതുപോലെ തന്നെ ഇവരോട് ഞാൻ അവിടെ ആ ക്ലാസ്സിൽ തന്നെ മൊത്തം പേരോട് ചോദിച്ചു, നിങ്ങളുടെ ഒരു പൂജയ്ക്ക് എത്ര രൂപ ചിലവാകും? അപ്പോൾ ഒരാൾ ഏറ്റു നിന്നിട്ട് പറഞ്ഞു 15,000 രൂപ. ഇങ്ങനെ പൂജ ചെയ്ത് ഇവിടെ വീട്ടിലുള്ള നമ്മൾ പറഞ്ഞാൽ ആളും അർത്ഥവും പോയി കഴിയുമ്പം പലരും മരിച്ചു കഴിയുമ്പോൾ ഇവർക്ക് എവിടുന്നൊക്കെയോ കിട്ടുന്നു. ചിലപ്പോൾ ഈ പൂജാരികൾ തന്നെ പറഞ്ഞു കൊടുക്കാറുണ്ട് ക്രിസ്ത്യൻസിൻ്റെ അടുത്ത് പൊക്കുമെന്നും. നിങ്ങൾ ഇത്രയും പൂജ ചെയ്തില്ലേ, ഇത്രയും ലക്ഷങ്ങൾ നിങ്ങൾ നശിപ്പിച്ചില്ലേ, ഇനിയും ഈശോയുടെ പേരൊന്ന് വിളിച്ച് നോക്ക്. അങ്ങനെ പറഞ്ഞു കഴിയുമ്പോൾ ഈശോയുടെ നാമം വിളിച്ച് അവർ രക്ഷപ്പെടുന്നു. നമ്മുടെ കൂടുതൽ വരുന്ന ആൾക്കാരിലൂടെയാണ് ഈ മതം നമ്മൾ, അതായത് ഇത് സ്പ്രെഡ് ചെയ്യുക. അവസാനത്തെ പിടുത്തമായിട്ട് കർത്താവിൻ്റെ നാമം ഇവർ വിളിച്ചപേക്ഷിക്കുന്നു. അപ്പോൾ നമ്മൾ റോമാലേഖനത്തിൽ പൗലോസ്ലീഹ പറയുന്ന പോലെ അവൻ്റെ നാമം വിളിച്ചപേക്ഷിക്കുന്ന എല്ലാവരും രക്ഷപ്പെടും. നമ്മുടെ കൂടത്തിൽ കയറിയിട്ടുള്ള ആൾക്കാരോട് നമ്മൾ പറയും നമ്മുടെ മതം സ്നേഹത്തിൻ്റെ മതമാണ്, ഇവിടെ രക്തച്ചൊരിച്ചിലില്ല. അരുൾദാസച്ചൻ മരിക്കുന്ന ആ സ്ഥലത്തും അച്ഛൻ മരിക്കുന്നതിന് 3 വർഷം മുമ്പ് ആ വനത്തിൻ്റെ ഉള്ളിൽ നിന്ന് ഒരു മനുഷ്യനും ആ മനുഷ്യൻ്റെ ബന്ധുക്കാരനും കൂടെ നമ്മുടെ അടുത്ത് വരുന്നു. ആ ബന്ധുക്കാരൻ ഓൾറെഡി നമ്മുടെ കൂടത്തിൽ കൂടിയതാണ്. ഈ മനുഷ്യൻ്റെ അമ്മയപ്പൻ അസുഖമായിട്ട് അനന്തപൂർ ഹോസ്പിറ്റലിൽ TB രോഗത്തിന് ഫ്രീ ട്രീറ്റ്മെൻറ്റ് കിട്ടിക്കൊണ്ടിരുന്ന ആളാണ്. അയാൾ മനസ്സിലെന്തോ തോന്നി ഇവിടെ കിടന്നു കഴിഞ്ഞാൽ ഞാൻ മരിക്കും. ഞങ്ങൾ ഓഗസ്റ്റ് 18-ാം തീയതി 1996 ആ വീട് ചെല്ലുമ്പോൾ എന്നോട് ആ മനുഷ്യൻ പറഞ്ഞതാണ്, ഞാൻ ഹോസ്പിറ്റലിൽ കിടന്നാൽ ഞാൻ മരിക്കും, ഞാൻ മരിച്ചു കഴിഞ്ഞാൽ എന്നെ ഇവർ പുറത്തെറിഞ്ഞ് കളയും, പട്ടികൾ എന്നെ തിന്നും. ഞാൻ പറഞ്ഞു ഈ യുഗത്തിൽ അങ്ങനെ സംഭവിക്കുന്നില്ല, ഇല്ല ഞാൻ കണ്ടിട്ടുണ്ട് എന്ന് പറഞ്ഞു. ആ മനുഷ്യൻ ഒരു 45 കിലോമീറ്ററോളം യാത്ര ചെയ്ത്, അപ്പോൾ അതിന് മുമ്പ് തന്നെ അയാളെ കണ്ടപ്പോൾ തന്നെ എൻ്റെ വായിൽ നിന്ന് ഒരു ശബ്ദം വന്നു. ഞാൻ പറഞ്ഞാൽ എനിക്ക് പറയാൻ പറ്റില്ല, ഒരിക്കലും നമുക്ക് അത്രയും ഗ്യാരണ്ടിയായിട്ട് പറയാൻ പറ്റില്ല. നീ ഈശോയെ വിളിച്ചത് കൊണ്ട്, യേശു ക്രിസ്തുവിൻ്റെ നാമം ഉപയോഗിച്ചുകൊണ്ട് നീ മരിക്കില്ല എന്ന് പറഞ്ഞു. ആ മനുഷ്യൻ്റെ ജീവിതം വീണ്ടും 20 വർഷത്തേക്ക് കൂടി എക്സ്റ്റെൻഡ് ചെയ്ത് ദൈവം നൽകി. അപ്പം ഒരു പൈസ കൊടുക്കാതെ ഇങ്ങനെ രക്ഷപ്പെട്ട് അത് കണ്ടിട്ടാണ് ജാമ്പടിയിൽ നമുക്ക് ആൾക്കാർ കൂടുതലായിട്ട് നമ്മുടെ കൂട്ടത്തിൽ കൂടി വരുന്നത്. നമ്മളോട് പലരും ചോദിക്കാറുണ്ട്. അതുപോലെ അരുൾദാസ് അച്ഛനെ മരിച്ച സമയത്ത് ദീപികയുടെ ആൾക്കാർ വന്നപ്പോൾ എൻ്റെ അടുത്ത് ചോദിച്ചിരുന്നു, അച്ഛാ നമ്മൾ പൈസ കൊടുത്തിട്ടാണോ ഇവരെ മുക്കുന്നതെന്ന്. നമ്മൾ പൈസ കൊടുക്കാറില്ല. ഞാനും അരുൾദാസ് അച്ഛനും ഞങ്ങളുടെ സീനിയറായിരുന്ന തൃശ്ശൂർ രൂപതയിൽ നിന്നുള്ള ബാലേശ്വർ വർക്ക് ചെയ്തിട്ടുണ്ടെന്ന രൂപതയ്ക്ക് വേണ്ടി ചേർന്ന പോൾ കിടങ്ങനച്ഛനുണ്ടായിരുന്നു. അച്ഛൻ്റെ അടുത്ത് ചെറിയ മരുന്നുകളൊക്കെ പഠിച്ചിട്ട് ഞങ്ങളും മരുന്നുകൾ കൊടുക്കുമായിരുന്നു. അന്നത്തെ കാലത്ത് നമ്മൾ അൻറ്റാസിഡ് ടാബ്ലറ്റ്,
അന്ന് ഒരെണ്ണത്തിന് 5 പൈസയാണ്. അത് നമ്മൾ 10 എണ്ണം കൊടുത്തു കഴിഞ്ഞാൽ അവരുടെ അടുത്ത് നിന്ന് 50 പൈസ നമ്മളത് വാങ്ങിക്കും. നമ്മളതുപോലും ഫ്രീ ആയിട്ട് കൊടുക്കുന്നില്ല. ഞങ്ങൾ ഫ്രീ ആയിട്ട് കൊടുത്തിരുന്നത് ഞങ്ങളെ തന്നെയാണ്. അവിടെ നമ്മളൊരു വീട്ടിൽ ചെന്ന് കയറുന്ന സമയത്ത് നമ്മൾ സ്വന്തം അമ്മാവൻ്റെയോ അല്ലെങ്കിൽ നമ്മുടെ സ്വന്തക്കാരുടെ വീട്ടിൽ ചെന്ന് നമ്മൾ അവരെ കണ്ടിട്ടില്ല, അവർ നമ്മളെ കണ്ടിട്ടില്ല. ഇവർക്ക് ഇത്രയും അറിയാം ക്രിസ്ത്യൻസ് ആണ് വന്നിരിക്കുന്നത്, ക്രിസ്ത്യൻസ് ആരാണ്, ക്രിസ്തു ആരാണെന്ന് പറയുന്നില്ല. അപ്പോൾ ഒരു ഇൻറ്റിമസി, അപ്പോൾ അവർ നമ്മൾ പിന്നെ സ്വന്തം പോലെ സ്വീകരിക്കുന്നു. അങ്ങനെയുള്ളൊരു നല്ലൊരു എക്സ്പീരിയൻസ് ആണ് നമുക്ക് അന്ന് കിട്ടിക്കൊണ്ടിരുന്നതും ഇന്നും കിട്ടിക്കൊണ്ടിരിക്കുന്നതും. വർഗീസച്ച, ഈ ദിവസങ്ങളിൽ ഛത്തീസ്ഗഡ് സംസ്ഥാനത്ത് നമ്മുടെ കത്തോലിക്ക സഭയിലെ 2 കന്യാസ്ത്രീകളെ അറസ്റ്റ് ചെയ്യുകയും അതിനോടനുബന്ധിച്ച് തുടർന്നുണ്ടായ സംഭവ വികാസങ്ങളെക്കുറിച്ച് അച്ഛൻ അറിഞ്ഞിട്ടുണ്ടല്ലോ. അതിനെക്കുറിച്ച് അച്ഛൻ്റെ അഭിപ്രായങ്ങൾ എന്താണ്? അവരെ ആരോപിച്ചിരിക്കുന്ന 2 കാര്യങ്ങൾ നമുക്കറിയാം. മനുഷ്യക്കടത്ത്, എത്രയോ മക്കളെ നമ്മൾ കേരളത്തിലും അതുപോലെ പല സ്ഥലത്തും കൊണ്ടുപോയിട്ട് ജോലി ചെയ്ത് എത്രയോ കുടുംബങ്ങളാണ് രക്ഷപ്പെട്ടു പോകുന്നത്. അതിൻ്റെ തെറ്റായ ഒരു വേർഷൻ. അതുപോലെ തന്നെ നമ്മൾ മതപരിവർത്തനം നടക്കുന്നുണ്ട്. ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ നമുക്ക് തരുന്ന നിയമ സാധ്യതകൾക്കുള്ളിൽ വെച്ചുകൊണ്ട് മാത്രമേ കത്തോലിക്കർ ചെയ്യുന്നുള്ളൂ. ഈ 2 സിസ്റ്റേഴ്സിൻ്റെ കാര്യം കേട്ടപ്പോൾ തന്നെ, കാരണം എൻ്റെ സ്വന്തം അമ്മച്ചിയുടെ അനിയത്തിയുടെ 2 മക്കൾ ഈ കോൺഗ്രേഷനിലുള്ളതാണ്. അപ്പം ഞാൻ സിസ്റ്ററുമായിട്ട് എൻ്റെ ഏറ്റവും ഇളയ വിദ്യ ഫ്രാൻസിസ് എന്നാണ് പുള്ളിയുടെ പേര്, ആ പുള്ളിക്കാരത്തിയായിട്ട് ഉടനെ സംസാരിച്ചു. ഞാൻ പറഞ്ഞു നിങ്ങൾ സിസ്റ്ററിനെ തീർച്ചയായിട്ടും വിടും, ഗ്യാരണ്ടിയാണോ? ഞാൻ പറഞ്ഞു ഗ്യാരണ്ടി. ഞാൻ പറയുന്നത് 2ാമത്തെ ദിവസമാണ്, 9 ദിവസത്തിന് ശേഷമാണ് വിട്ടത്. അപ്പോഴും ഇവർ എല്ലാവരും പ്രൊട്ടസ്റ്റ് ചെയ്യുന്ന പോലെ ഞങ്ങൾ ആലപ്പുഴയ്ക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്, ചേർത്തലയാണുള്ളത്, ഓക്കെ എന്ന് പറഞ്ഞു. പിന്നെ ഞാനത് മൊത്തമായിട്ട് ഈ കേസ് മാത്രമല്ല, ഒത്തിരി കേസ് പാസ്റ്റേഴ്സിനെ തല്ലുന്നത് ഛത്തീസ്ഗഡിൽ അതുപോലെ ഒത്തിരി നടത്തുന്നുണ്ട്. കാരണം ഛത്തീസ്ഗഡിൽ നിന്ന് എൻ്റെ സ്വന്തം അച്ഛന്മാരുണ്ട്. അതുപോലെ നമ്മൾ ഈ ഫീൽഡിലായതുകൊണ്ട് ഞങ്ങളും ഇതുപോലെയുള്ള ഈ കേസിലല്ലെങ്കിലും ഞങ്ങളും പിടിക്കപ്പെട്ട് വെച്ച് 26 മണിക്കൂറിന് ശേഷം പോലീസ് വന്ന് ഞങ്ങളെ രക്ഷപ്പെടുത്തി, എന്നെ അൽദാസ് അച്ഛനെയൊക്കെ. അങ്ങനെയുള്ളതുകൊണ്ട് ഞാൻ ഇങ്ങനെ കാര്യങ്ങളാണ് എപ്പോഴും നമ്മൾ സ്റ്റഡി ചെയ്യുന്നത്. ഇനി അതിൻ്റെ ഉത്തരം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, മനുഷ്യക്കടത്ത് നമ്മൾ നടത്തുന്നുണ്ടെന്നുള്ളത് അറിയാം. നമ്മൾ ഈ അല്ലെങ്കിൽ മതപരിവർത്തനം അതുകൊണ്ടാണോ നമ്മളെ ഇങ്ങനെ ചെയ്യുന്നതെന്നുള്ളത്, അത് ചില മതമൗലികവാദികളുടെ അവരുടെ വർഷങ്ങൾക്ക് ഒരുപക്ഷെ സ്വാതന്ത്ര്യ പ്രാപ്തിക്ക് മുമ്പുള്ള അജണ്ടകൾ അവർ നടത്തിക്കൊണ്ടിരിക്കുന്നതാണ്. അത് നമുക്ക് എല്ലാവർക്കും അറിയാം. ഞാൻ ആ ഫീൽഡിലേക്ക് പോകുന്നില്ല. ഇവർക്ക് നമ്മുടെ മേൽ ഏൽപ്പിക്കാവുന്ന ഏറ്റവും വലിയ ഒരു പോയിൻ്റാണ് നമ്മൾ കമ്പൽസറി ആയിട്ട് അല്ലെങ്കിൽ നമ്മൾ അവരെ പ്രീണിപ്പിച്ച് അവരെ മതം മാറ്റുന്നു. അങ്ങനെയുള്ളത് കത്തോലിക്കർ നമ്മൾ ചെയ്യാറില്ല. നമ്മുടെ കൂടുതലായിരിക്കുന്ന ആൾക്കാരെ നമ്മൾ ദൈവത്തെപ്പറ്റി പറയുന്നു, ഈശോ നമ്മളെ രക്ഷകനാണെന്ന് പറയുന്നു. അപ്പോൾ നമ്മളുടെ കൂടുതൽ കൂടിയിരിക്കുന്ന മക്കൾ മറ്റുള്ളവരോട് പറഞ്ഞിട്ടാണ് അവർ നമ്മളുടെ അടുത്തേക്ക് വരുന്നത്. അതിന് ഞാൻ ഉപയോഗിക്കുന്നത് മുന്തിരിച്ചെടിയിലെ ചെറിയ ശാഖകളിൽ കൂടുതൽ ഫലമുണ്ടാകുന്നു. ആ ശാഖകളെ നമ്മൾ ഫെയ്ത്ത് ഫോർമേഷൻ, വിശ്വാസ രൂപീകരണം വഴിയായിട്ട് നമ്മൾ അവരുടെ കൂട്ടുകാരെ, ബന്ധുക്കാർ അടുത്ത് വരുമ്പോൾ ഈ മതം എങ്ങനെയുണ്ടെന്ന് ചോദിക്കുമ്പോൾ അതെങ്ങനെയുണ്ടെന്ന് പറയാൻ മാത്രം നമ്മൾ അവരെ പഠിപ്പിച്ചുകൊണ്ടിരിക്കും. പിന്നീട് അതായത് യേശുവിൻ്റെ നാമത്തിൽ വിശ്വസിച്ച് നമ്മളുടെ അടുത്ത് രക്ഷപ്പെട്ടു വരുന്ന മക്കളെ നിത്യജീവൻ്റെ വചനങ്ങൾ, അതുപോലെ കൂദാശ, നിത്യജീവൻ്റെ അപ്പം നടക്കി അവരെ സ്വർഗത്തിലേക്ക് കൊണ്ടുപോകാനുള്ളതാണ് നമ്മൾ ചെയ്യുന്നത്. നമ്മൾ ഭവനങ്ങളിൽ അങ്ങനെ പോവുക, അല്ലെങ്കിൽ നമ്മുടെ കാറ്റഗിസ്റ്റ് പോവുക, അവരെ പിടിച്ചുകൊണ്ട് വരിക, അങ്ങനെയുള്ള പരിപാടികൾ നമ്മൾ ഒരു മിഷനിലും നമ്മൾ ചെയ്യുന്നില്ല. അതേസമയം നമ്മൾ നടത്തുന്ന എല്ലാ പ്രവർത്തനങ്ങളും മനുഷ്യൻ്റെ സമഗ്ര വികസനത്തിന് വേണ്ടിയുള്ളതാണ്. മാനസാന്തരം നടക്കുന്നുണ്ട്. ഈ അടുത്ത ദിവസം ഞാൻ കണ്ട് നമ്മുടെ മലയാളം ഒരു ചാനലിൻ്റെ അകത്ത് അതുപോലെ തന്നെ നിർബന്ധിതമായിട്ട് നടക്കുന്നുണ്ട്, പൈസ കൊടുത്താണെന്നൊക്കെ പറഞ്ഞ പാർട്ടികളുണ്ട്. പക്ഷേ നമ്മൾ ഒരു പൈസ കൊടുത്തിട്ട് നമ്മൾ അങ്ങനെ ചെയ്യുന്നില്ല. അതിനുള്ള ഒത്തിരി തെളിവുകൾ നമ്മൾ പറയാം. കാത്തലിക്സിനെതിരായിട്ട് ആക്രമണങ്ങൾ വരുന്നതെന്ന് കാരണം നമുക്ക് നമ്മുടെ സ്ഥാപനങ്ങൾ, നമ്മുടെ ആതുര ശുശ്രൂഷ കേന്ദ്രങ്ങൾ, അതുപോലെ ഇതെല്ലാം നമുക്ക് ബിൽഡിംഗ് ഉണ്ട്. പറയുമ്പോൾ ആക്രമിക്കാരികൾക്ക് പ്രലോഭനം കൊടുത്ത് അല്ലെങ്കിൽ പലതരത്തിൽ ക്രിസ്ത്യാനിറ്റി ഇൻക്രീസ് ചെയ്യുന്നു എന്ന് പറയുന്നു. പക്ഷേ അതിൻ്റെ ആക്രമണം വരുമ്പം കത്തോലിക്കരാണ്, അവർക്ക് സ്കൂളുണ്ട്, ബിൽഡിംഗ് ഉണ്ട്. അതുകൊണ്ട് ഇതുപോലെ സേവനം ചെയ്യുന്ന സിസ്റ്റേഴ്സിനെ കിട്ടിയപ്പോൾ അതിൻ്റെ ഡീറ്റെയിൽസ് ഞാൻ പറയേണ്ട ആവശ്യമില്ല. കാരണം നമ്മളെല്ലാവരും അതിൻ്റെ അകത്തെ അന്യായം കണ്ടതാണ്. അപ്പോൾ നമ്മൾ കത്തോലിക്കർ, നമ്മുടെ സിസ്റ്റേഴ്സ്, അച്ഛന്മാർ ഇങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യുന്നില്ല. പക്ഷേ നമ്മൾ കൂടുതൽ ആൾക്കാർ കൂടുന്നുണ്ട്. അപ്പോൾ ഓൺ ഗോയിങ് ഫോർമേഷൻ അതാണ് നമ്മൾ നടത്തുന്നത്. ഓൺ ഗോയിങ് ഫോർമേഷനിലൂടെ ഈ മക്കൾ തന്നെ നമ്മുടെ അടുത്ത് വരുന്നവർ തന്നെ എന്താണ് സഭ, ആരാണ് ക്രിസ്തു, ആരാണ് ദൈവം, ഇത് എവിടെയാണ് ചെയ്തത്, എവിടെയാണ് ആരംഭിച്ചത്, ഇനി എങ്ങോട്ടാണ് പോകുന്നത്, നമ്മൾ ഈ സ്വർഗീയ യാത്രയിൽ ഏത് ഭാഗത്താണ് ഇപ്പം നമ്മൾ നിൽക്കുന്നത്, നമ്മുടെ ഏത് സ്റ്റെപ്പ് വരെ നമ്മൾ എത്തി, അതാണ് നമ്മുടെ പ്രവർത്തനം.